ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പാകിസ്ഥാനെ സൈനികമായി സഹായിച്ചുകൊണ്ട് തുർക്കി നൽകിയ പിന്തുണയെക്കുറിച്ചുള്ള നിരവധി ക്രെഡിബിളായിട്ടുള്ള തെളിവുകൾ ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് തുർക്കി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു? അതിൻ്റെ കാരണങ്ങൾ ചികഞ്ഞ് നാം പോകുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്ന് കാട്ടുകയാണ്. ആ തുർക്കി പാകിസ്ഥാന് നൽകുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് കേവലം ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭം നോക്കിയിട്ടോ അല്ലെങ്കിൽ റീജിയണലായിട്ടുള്ള ചില ലാഭം നോക്കിയിട്ടോ അല്ല, മറിച്ച് തീവ്ര മതപരമായിട്ടുള്ള ഒരു ആശയങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു സൗഹൃദം രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് അപകടകരമായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി ഈ ലോകത്തിന് മേൽ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആ ഒരു രൂപത്തിൽ ലോകം മുഴുവൻ ഒരു ഖിലാഫത്ത് സ്ഥാപിക്കുക, പഴയ ഓട്ടോമൻ എംപയറിൻ്റെ ഒരു റിവൈവൽ ഒക്കെ ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. ഇത് ഉയർത്തുന്ന വെല്ലുവിളികൾ ഒപ്പം തന്നെ തുർക്കി യൂറോപ്പിലും ഒപ്പം തന്നെ വെസ്റ്റ് ഏഷ്യയിലും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ, തുർക്കി തീവ്രവാദത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പിന്തുണ, അത് എത്രത്തോളം ലോക സമാധാനത്തിന് ഭീഷണിയാണ്? ഇന്ത്യ ഈ ഒരു സ്ഥിതിവിശേഷങ്ങളെ എങ്ങനെ വളരെ തന്ത്രപരമായി നേരിടാൻ പോകുന്നു? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ലിയോ, റോബിൻ. റോബിൻ, ലിയോ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് നിലപാട് പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളിത് ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യയുടെ ആ ഒരു ഐതിഹാസിക സൈനിക നടപടിയിൽ പാകിസ്ഥാന് പിന്തുണ നൽകിയ രാജ്യങ്ങൾക്ക് നേരെ ഇന്ത്യൻ ജനത ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ നടത്തിയിരിക്കുന്നു. അതായത് ചൈനയ്ക്കെതിരെ, തുർക്കിക്കെതിരെ, അസർബൈജാനെതിരെ. ടൂറിസം ആ മേഖലയെ സാരമായിട്ട്, ആ രാജ്യങ്ങളിലെ ടൂറിസം മേഖലയെ സാരമായിട്ട് ബാധിക്കുന്ന രീതിയിൽ ആ രാജ്യങ്ങളിലേക്കുള്ള ആ ടൂറിസ്റ്റുകളുടെ ആ ഹോട്ടൽ ബുക്കിങ്ങുകൾ അല്ലെങ്കിൽ അവരുടെ സന്ദർശനമൊക്കെ ക്യാൻസൽ ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ തുർക്കിയിൽ നിന്നുള്ള കയറ്റുമതി, പ്രത്യേകിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾ, ഈ ആപ്പിളുകൾ, അതുപോലുള്ള ആ ഒരു മേഖല അത് വേണ്ട എന്ന് ക്യാൻസൽ ചെയ്യുന്നു. അത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് തന്നെ പ്രത്യേകിച്ച് തുർക്കിയുടെ, അസർബൈജാൻ്റെ ഒക്കെ സാമ്പത്തിക സ്ഥിതിയെ അതീവ ഗുരുതരമായി ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ ഇന്ത്യൻ ജനത നടത്തിയിരിക്കുന്നു. അപ്പോൾ അത് നടത്താനുള്ള ഒരു പശ്ചാത്തലം എനിക്ക് തോന്നുന്നു ആദ്യഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന് തുർക്കി നൽകിയ ഒരു പിന്തുണയാണ്. അപ്പോൾ എത്തരത്തിലുള്ള ഒരു പിന്തുണയാണ് തുർക്കി പാകിസ്ഥാന് നൽകിയത്? എന്തുകൊണ്ട് തുർക്കി, പ്രത്യേകിച്ച് തുർക്കിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള 2003 മുതൽ അവിടെ ഭരണം കൈയാളുന്ന തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ എന്തുകൊണ്ട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു? ഈ ഒരു 2 പോയിന്റ് തുടക്കത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാന് തുർക്കി നൽകിയ പിന്തുണ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു സൈനികമായിട്ടുള്ള ഒരു പിന്തുണയായിരുന്നു. കാരണം ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള കേണൽ സോഫിയ ഖുറേഷി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഈ ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകൾ അത് തുർക്കി തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഈ അസീസ് ഗാർഡ് സോങ്കർ പോലുള്ള ആ ഒരു ഡ്രോണുകളാണ് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ തൊടുത്തുവിട്ടത്. ഏകദേശം 350ഓളം ഡ്രോണുകൾ പാകിസ്ഥാൻ ഇത്തരത്തിൽ തൊടുത്തുവിട്ടിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യ നടത്തിയ സൈനിക നടപടിയിൽ 2 തുർക്കി സൈനികർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ തുർക്കി സൈനികർ പാകിസ്ഥാൻ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ടൂറിസ്റ്റുകളായിട്ട് അവിടെ എത്തിയതല്ല. എങ്ങനെ ഇന്ത്യയെ ഈ ഡ്രോൺ ആക്രമണത്തിലൂടെ ആക്രമിക്കണം, അത് എത്രത്തോളം മാരകമായിട്ടുള്ള ആക്രമണം നടത്തണം, അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനം പാകിസ്ഥാൻ സൈനികർക്ക് ഇന്ത്യക്കെതിരെ നൽകുവാൻ വേണ്ടി പാകിസ്ഥാനിലെത്തിയ, പാക് മണ്ണിലെത്തിയ, അതായത് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പാക് മണ്ണിലെത്തിയതാണ് ഈ കൊല്ലപ്പെട്ട തുർക്കി സൈനികർ. അപ്പോൾ വളരെ വ്യക്തമാണ്, ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ തുർക്കി കൃത്യമായിട്ടുള്ള സൈനികമായിട്ടുള്ള ഉപകരണങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകളൊക്കെ പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പഹൽഗാം ആക്രമണം, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് കാരണമായിട്ടുള്ള ഈ പഹൽഗാം ആക്രമണം നടന്നത് ഏപ്രിൽ 22-നാണ്. ഏപ്രിൽ 27 തുർക്കിയുടെ ഒരു സൈനിക വിമാനം, ഈ C-130 ഹെർക്കുലീസ് എന്ന് പറയുന്ന സൈനിക വിമാനം, അത് പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അത് തുർക്കി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ തുർക്കിയുടെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ നടന്ന സൈനിക നടപടി, സംഭവവികാസങ്ങൾ ആ അവകാശവാദത്തിൻ്റെ പൊള്ളത്തരങ്ങൾ എടുത്തു കാട്ടുന്നുണ്ട്. പിന്നെ മെയ് 2
തുർക്കിയുടെ ഒരു യുദ്ധക്കപ്പൽ, പ്രത്യേകിച്ച് ഈ അന്തർവാഹിനികളെയൊക്കെ ആക്രമിക്കാൻ കെൽപ്പുള്ള ഒരു യുദ്ധക്കപ്പൽ കറാച്ചി തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ സൈനിക നടപടി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാനെ പ്രതിരോധപരമായിട്ട് അല്ലെങ്കിൽ സൈനികമായിട്ട് സജ്ജമാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ തുർക്കി നടത്തിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കൃത്യമായിട്ടും അനുമാനിക്കാൻ. അപ്പോൾ തുർക്കിയുടെ പങ്ക് വളരെ വ്യക്തമാണ്. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ചെലവും കൊടുത്ത് പാകിസ്ഥാന് എല്ലാ സപ്പോർട്ടും, ഡ്രോണുകൾ, മിസൈലുകൾ, ആയുധപരമായിട്ടുള്ള സപ്പോർട്ടുകൾ, ഒപ്പം തന്നെ മിലിറ്ററി ട്രെയിനിങ്, അതെല്ലാം പാകിസ്ഥാന് തുർക്കി നൽകിയിട്ടുണ്ട് എന്നത് വളരെ വസ്തുതയോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. ഈ തുർക്കി എന്തുകൊണ്ട്, പ്രത്യേകിച്ച് തയ്യിബ് എർദോഗൻ എന്തുകൊണ്ട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു എന്നതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അത് ഒരു സാമ്പത്തിക ലാഭം അല്ല അതിന് പിന്നിൽ, അല്ലെങ്കിൽ ഒരു റീജിയണൽ ആയിട്ടുള്ള എന്തെങ്കിലും താല്പര്യങ്ങളല്ല അതിന് പിന്നിൽ. ഈ ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് അത് നമുക്ക് കൃത്യമായും പറയാൻ സാധിക്കും. അതിൽ ഒരു വാണിജ്യപരമായിട്ടുള്ള, സാമ്പത്തികപരമായിട്ടുള്ള, ഒപ്പം തന്നെ ഒരു ഇന്ത്യ വിരുദ്ധ ഒരു മനോഭാവം, ഈ 3 ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത്. പക്ഷേ ഈ തുർക്കി പാകിസ്ഥാന് നൽകുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് അത് തീവ്ര മതചിന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പിന്തുണയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടും പറയാൻ സാധിക്കും. അതിൻ്റെ കാരണം നാം അന്വേഷിച്ച് പോകുമ്പോൾ അത് ചെന്നെത്തുന്നത് ഈ തയ്യിബ് എർദോഗൻ എന്ന് പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള, വളരെ അതീവ ഭയാനകമായിട്ടുള്ള മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച ഒരു ഭരണാധികാരിയിലേക്കാണ് നമ്മുടെ അന്വേഷണം എത്തിച്ചേരുന്നത്. ഈ തയ്യിബ് എർദോഗൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പഴയ ഓട്ടോമൻ സാമ്രാജ്യം, നമുക്കറിയാം 13ാം നൂറ്റാണ്ടിൽ ഉസ്മാൻ ഒന്നാമൻ സ്ഥാപിച്ച ആ പഴയ ഓട്ടോമൻ സാമ്രാജ്യം 1500കളുടെ ആ ഒരു മധ്യകാലഘട്ടം മുതൽ 1924 വരെ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ മധ്യപൂർവേഷ്യയുടെ പല ഭാഗങ്ങൾ, വെസ്റ്റ് ഏഷ്യയുടെ പല ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മോഡേൺ ഓട്ടോമൻ എംപയറിൻ്റെ ഒരു റിവൈവലാണ് ഈ പറയുന്ന തയ്യിബ് എർദോഗൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തലപ്പത്ത് വരിക, അതായത് ഇസ്ലാമിക ലോകത്തിൻ്റെ ഒരു തലപ്പത്ത് ഒരു ഖലീഫയായിട്ട് ഉയർന്നു വരാനുള്ള ഒരു നീക്കമാണ് തയ്യിബ് എർദോഗൻ നടത്തുന്നത്. അതിന് ഈ പാകിസ്ഥാനെ കൂട്ടുപിടിക്കുന്നു. അതായത് മറു സൈഡിൽ നമുക്കറിയാം ഈ ഗൾഫ് രാജ്യങ്ങൾ, അവർക്ക് നേതൃത്വം നൽകുന്നത് സൗദിയാണ്. അവർക്കൊരു കൗണ്ടർ ബാലൻസ് ആയിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു കൗണ്ടറായിട്ട് ഇപ്പുറത്ത് ഒരു ഇസ്ലാമിക സാമ്രാജ്യം പടുത്തുയർത്തുക. അതിനകത്ത് പാകിസ്ഥാൻ ഉൾപ്പെടുത്തുക, ഇന്തോനേഷ്യ ഉൾപ്പെടുത്തുക, ഒപ്പം തന്നെ ഈ പറയുന്ന മലേഷ്യ പോലുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുക. അതായത് വെസ്റ്റ് ഏഷ്യ കേന്ദ്രീകൃതമായിട്ടൊരു ഓട്ടോമൻ എംപയർ, അതിൻ്റെ തലപ്പത്ത് വരിക, ഒരു ഇസ്ലാമിക ഒരു കാലിഫേറ്റ് സ്ഥാപിക്കുക, അതിൻ്റെ ഖലീഫയായി മാറുക എന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം ഈ തയ്യിബ് എർദോഗൻ 2003 തുർക്കിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നതിന് ശേഷം ഏകദേശം 10ഓളം തവണ പാകിസ്ഥാനിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല പാകിസ്ഥാനിലേക്കുള്ള ആയുധ കയറ്റുമതിയിൽ ചൈനയ്ക്ക് ശേഷം 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ പറയുന്ന തുർക്കിയാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും, സാമ്പത്തികമായിക്കോട്ടെ, പ്രതിരോധപരമായ മേഖലകളിലായിക്കോട്ടെ, പാകിസ്ഥാനെ എക്യുപ്പ് ചെയ്യുക, അതായത് ഒരു ദീർഘകാല പദ്ധതിയാണ് തയ്യിബ് എർദോഗൻ്റെ മനസ്സിലുള്ളത്. അതിൻ്റെ പിന്നിൽ തീവ്ര മതപരമായിട്ടുള്ള ഒരു അജണ്ട തന്നെയാണ് തയ്യിബ് എർദോഗൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അതിനാൽ തന്നെ വളരെ അപകടകരമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് അവർ തമ്മിൽ അവിടെ നിലനിൽക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തയ്യിബ് എർദോഗനും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഒക്കെ നടത്തിയ ട്വീറ്റുകളിൽ കൃത്യമായും പറയുന്നുണ്ട് പാകിസ്ഥാനും തുർക്കിയും സഹോദര രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എക്കാലവും നിലനിൽക്കട്ടെ, ഏത് നല്ല കാലഘട്ടത്തിലും മോശം കാലഘട്ടത്തിലും തുർക്കി പാകിസ്ഥാനൊപ്പം നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ സൗഹൃദത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ പതിറ്റാണ്ടുകളുടെ ഒരു ചരിത്രമുണ്ട്. 1970കളിലും 60കളിലും ഒക്കെ ഈ സൈപ്രസ് വിഷയത്തിൽ പാകിസ്ഥാൻ തുർക്കിയെ പിന്തുണച്ചിട്ടുണ്ട്, തുർക്കി തിരിച്ചും പിന്തുണ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക ലാഭം നോക്കിയല്ല, അല്ലെങ്കിൽ റീജിയണൽ ആയിട്ടുള്ള ചില താല്പര്യങ്ങൾ നോക്കിയല്ല, മറിച്ച് തീവ്ര മതപരമായിട്ടുള്ള ഒരു ആശയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പാകിസ്ഥാൻ തുർക്കി എന്ന് പറയുന്ന മാരകമായിട്ടുള്ള, അല്ലെങ്കിൽ ലോകത്തിന് തന്നെ വളരെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു സൗഹൃദം രൂപപ്പെട്ടു വരുന്നത്. കാരണം തുർക്കിയുടെ കണ്ണിൽ പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉള്ളൊരു രാജ്യമാണ്, ഇസ്ലാമിക രാജ്യമാണ്, അതുകൂടി തുർക്കിയുടെ കണ്ണിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് തുർക്കി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത്. മാത്രം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് ഞാൻ ആദ്യത്തെ ഘട്ടം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അതായത് ഈ കാശ്മീർ വിഷയത്തിൽ എക്കാലത്തും പാകിസ്ഥാനെ തുർക്കി പിന്തുണച്ചിരുന്നു. മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ, ആ ഒരു സൈനിക നടപടിയിൽ ഈ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാനെ പിന്തുണച്ച ഏക രാജ്യം എന്ന് പറയുന്നത് തുർക്കിയാണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റാൻഡ് സ്വീകരിച്ചു. ഇന്ത്യ ഭീകരതയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൽ ശക്തമായിട്ടുള്ള പിന്തുണ അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ തുർക്കി എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ഇന്ത്യയുടെ ഒരു നാശം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് എന്ന്
തുർക്കിയുടെ സമീപകാല ചില ചെയ്തികളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം തന്നെ 2023 ഇന്ത്യ തുർക്കിയെ കൈയഴിച്ച് സഹായിച്ചിരുന്നു. ഓപ്പറേഷൻ ദോസ് എന്ന് പറയുന്ന ആ ഭൂകമ്പമൊക്കെ ഉണ്ടായപ്പോൾ വളരെ വലിയ സഹായം ഇന്ത്യ നൽകിയിരുന്നു. അതിന് ഒരു പ്രത്യുത്തരമായിട്ട്, അതിനൊരു മറുപടിയായിട്ട് തുർക്കി ഇന്ത്യക്ക് നൽകിയത് ഈ പാകിസ്ഥാൻ അയച്ച ഈ ഡ്രോണുകളിലൂടെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ തുർക്കി എന്ന് പറയുന്ന ആ തയ്യിബ് എർദോഗൻ എന്ന് പറയുന്ന ഇസ്ലാമിസ്റ്റ് ഭരിക്കുന്ന തുർക്കി, അല്ലെങ്കിൽ ആ ഇസ്ലാമിസ്റ്റ് ഭരണാധികാരിയുടെ കൃത്യമായിട്ടുള്ളൊരു അജണ്ട ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ലിയോ, നമുക്കറിയാം ഈ പറയുന്ന തുർക്കി ഈ യൂറോപ്പിൽ ഒക്കെ നമുക്കറിയാം യൂറോപ്പിൻ്റെ ഭാഗമാണ് തുർക്കി, യൂറോപ്പിൻ്റെ ഭാഗമാണ്. ഈ യൂറോപ്പിന് എത്രത്തോളം ഒരു ഭീഷണി തുർക്കി ഈ ഒരു കാലഘട്ടത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്? മാത്രം നമുക്ക് ഒപ്പം തന്നെ മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഇപ്പോൾ സിറിയ കേന്ദ്രീകരിച്ച് അവിടെ നടന്ന ഒരു പ്രക്ഷോഭത്തിന് പിന്നിൽ, അവിടെ നടന്ന ആഭ്യന്തര കലാപത്തിന് പിന്നിൽ തുർക്കിയുടെ ഒരു കൈ ഉണ്ടായിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പ്രതാപ കാലഘട്ടത്തിൽ തുർക്കിക്ക് നേരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് ഒരു തീവ്ര മതചിന്തയിൽ അധിഷ്ഠിതമായി തുർക്കി നടത്തുന്ന ചില നീക്കങ്ങൾ എത്രത്തോളം ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ഭവിഷ്യത്താണ് ആ മേഖലയുടെ ഒരു സമാധാന അന്തരീക്ഷത്തിന് സൃഷ്ടിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് നൽകിയ പിന്തുണ തീർത്തും അത് മതപരമായ ഒരു പിന്തുണ തന്നെയാണെന്ന് നമുക്ക് അത് വിചാരിക്കാം. കാരണം എർദോഗൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് തന്നെ ഈ മതപരമായിട്ടൊരു ചേരിതിരിവിലേക്ക് അവരുടെ ആൾക്കാരെ ഏകോപിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള പ്രസംഗത്തിലൂടെയും ആശയങ്ങളിലൂടെയൊക്കെയാണ്. പ്രത്യേകിച്ച് ഓട്ടോമൻ തുർക്കികൾ പശ്ചിമേഷ്യ മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്ത് ബ്രിട്ടീഷുകാരാണ് അവരെ തുരത്തി ഓടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വൈരാഗ്യ ദേഷ്യമൊക്കെ ഇപ്പോഴും എർദോഗൻ്റെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് പാശ്ചാത്യരെ, യൂറോപ്യൻസ്, അദ്ദേഹം ആദ്യം നടത്തിയ പ്രസംഗത്തിൽ തന്നെ പറയുന്നത്, തുർക്കിക്കാരോട് പറഞ്ഞത്, യൂറോപ്യൻസും യഹൂദരും തുർക്കി കീഴടക്കുന്ന കാലം വിദൂരമല്ല, അതുകൊണ്ട് നിങ്ങളിങ്ങനെ ബിയർ കുടിച്ച് ബെല്ലി ഡാൻസ് കണ്ടിരിക്കാതെ ഉണർന്നെഴുന്നേൽക്കാനാണ് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അവിടുത്തെ ആൾക്കാർ ഒരുപാട് ആവേശത്തിലാക്കിയെന്നാണ് പറയുന്നത്. അതിനുശേഷം തുർക്കിക്കാർക്ക് ഒരു ദേശീയത, അതായത് ഈ മതത്തിൽ അടിസ്ഥാനമായിട്ടുള്ളൊരു ദേശീയതയുണ്ടല്ലോ, അതായത് ഇസ്ലാമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റാഡിക്കലായിട്ടുള്ള ഒരു ദേശീയത അങ്ങനെ ഉണരുകയും അതിനുശേഷം ആ ഒരു രീതിയിലേക്ക് അങ്ങനെ ഒരു ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്താംബൂളിലെ മേയറാകുന്നു, അതിനുശേഷം പ്രധാനമന്ത്രിയാകുന്നു, അതിനുശേഷം പ്രസിഡൻ്റായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് വരെ വളർന്നു അദ്ദേഹം. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പം നമുക്കറിയാം 2022 ഫ്രാൻസിൽ ഒരു മതനിന്ദ ആരോപിച്ച് സാമുവൽ പാറ്റി എന്ന് പറയുന്ന ഒരു അധ്യാപകനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വളരെ ശക്തമായ നടപടി റാഡിക്കൽ ഇസ്ലാമിസ്റ്റിന് നേരെ അവിടെ സ്വീകരിക്കുകയുണ്ടായി. വളരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്ന ആ സമയത്ത് എർദോഗൻ പറഞ്ഞൊരു വാക്കെന്ന് പറയുന്നത്, ഫ്രഞ്ച് പ്രസിഡന്റിന് ഭ്രാന്താണ്, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം എന്നുള്ള രീതിയിലാണ്. അതുമാത്രമല്ല, ഫ്രഞ്ച് ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവനുള്ള മുസ്ലിങ്ങൾ, അതായത് ഇസ്ലാമിസ്റ്റുകൾ ലോകം മുഴുവനുള്ളവരെ അത് ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനമൊക്കെ ആ സമയത്ത് ഉണ്ടായി. തീർച്ചയായിട്ടും മതപരമായ രീതിയിൽ ഏകോപിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ ഒരുമിച്ച് കൂട്ടുന്നതിനുള്ള ഒരു ശ്രമമാണ് എർദോഗൻ എപ്പോഴും അവലംബിച്ചിരിക്കുന്നത്. നമുക്കറിയാം ISISൻ്റെയും അതോടൊപ്പം തന്നെ ഈ തുർക്കിയുടെയൊക്കെ സ്ലോഗൻ അവരെയൊക്കെ ഒന്നാണ്. കാരണം യൂറോപ്പ് മുഴുവൻ ഇസ്ലാമവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു ഒസാമ ബിൻ ലാദൻ്റെയും അബൂബക്കർ അൽ ബാഗ്ദാദിയുടെയൊക്കെ ഒരു അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അവിടെ ഇസ്ലാമിക് ഫ്ലാഗ് ഉയർത്തുക എന്ന് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. നമുക്കറിയാം അബൂബക്കർ അൽ ബാഗ്ദാദിയൊക്കെ വത്തിക്കാനിൽ വരെ ഇസ്ലാമിക് ഫ്ലാഗ് ഉയർത്തുമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിനുശേഷം തുർക്കിയുടെ പ്രധാനമന്ത്രി അഹമ്മദ് എന്ന് പറഞ്ഞ ആൾ തന്നെ പറഞ്ഞു, യൂറോപ്പിൽ അവരുടെ ഏകോപനം വേണം, തദ്ദേശീയമായിട്ടുള്ളൊരു മതമായിട്ട് ഇസ്ലാം മതം, അതായത് യൂറോപ്പിലെ പ്രധാനപ്പെട്ട മതമായിട്ട് തന്നെ ഇസ്ലാം മതം മാറണം, ആ രീതിക്ക് വളരണമെന്നുള്ളൊരു ആഹ്വാനം അവർ കൊടുക്കുകയുണ്ടായി. അതിനുശേഷം 2022 നടന്ന യൂണിയൻ ഓഫ് ഇൻ്റർനാഷണൽ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞ ഒരു സമ്മേളനത്തിൽ എർദോഗൻ പറഞ്ഞത്, തുർക്കിയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ മുസ്ലിംസിന് 3 കുട്ടികളൊന്നും പോരാ, മിനിമം 5 പേരെങ്കിലും വേണം, ആ രീതിക്ക് വളർത്തണം, ഇസ്ലാമിനെ വളർത്തണം എന്നുള്ളൊരു ആഹ്വാനം അദ്ദേഹം വളരെ പച്ചയായിട്ട് കൊടുക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ അത് എത്രത്തോളം പുറത്തു കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ യൂറോപ്പിന് തന്നെ 1 ഫ്ലാഗ് 1 റിലീജിയൻ 1 സ്റ്റേറ്റ് എന്നുള്ളൊരു ഒരു സ്ലോഗൻ,
അങ്ങനെ ഒരു ആഹ്വാനം എർദോഗൻ നൽകുകയുണ്ടായി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് എർദോഗൻ്റെ ഒരു രീതി, അദ്ദേഹത്തിൻ്റെ പ്ലാൻ, അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെല്ലാം എന്ന് പറയുന്നത് മതത്തിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു കാര്യം. അത് തന്നെയാണ് ഇവിടെ പാകിസ്ഥാനിൽ സംഭവിച്ചത്. പാകിസ്ഥാനിലായിട്ടുള്ള ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം തുർക്കിയുടെ വളരെ വ്യക്തമായിട്ടുള്ളൊരു കടന്നുകയറ്റം, പാകിസ്ഥാനെ പരസ്യമായി സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇന്ത്യക്കാർ, തുർക്കി വളരെ മനോഹരമായൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈസ്റ്റേൺ ഓറിയന്റൽ ചർച്ചുകളുടെ ഒരു കേന്ദ്രം, അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഒരു അടിസ്ഥാനം തന്നെ തുർക്കിയിൽ നിന്നാണ്. ആദ്യത്തെ സൂനകദോസം, നിഖ്യ സൂനകദോസം നടന്ന സ്ഥലം തുർക്കിയാണ്. അങ്ങനെ ക്രൈസ്തവർക്ക് വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്, ഒരു ഏരിയ കൂടിയാണ് തുർക്കി എന്ന് പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഇസ്രായേലിലുള്ളവരൊക്കെ തിരഞ്ഞെടുക്കുന്നത്, ടൂർ പോകാൻ തിരഞ്ഞെടുക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തുർക്കിയാണ്. ടർക്കിഷ് എയർലൈൻസിൽ പോകുമ്പോൾ വളരെ ചീപ്പാണ്, അവിടുത്തെ സ്ഥലങ്ങൾ വളരെ മനോഹരമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ അവർ ഫസ്റ്റ് ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത് തുർക്കിയാണ്. പക്ഷേ അവർക്ക് വരെ അവിടെ ജീവനിൽ പേടിയാണ്, പോയിട്ട് വരാൻ പേടിയാണ്. ഇപ്പോഴും എനിക്ക് പോകുന്നുണ്ടെന്ന് അറിയില്ല. കാരണം അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരും ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. നമ്മുടെ ഈ പറയുന്ന കേരളം തന്നെ 10 കോടിയാണ് തുർക്കിയിലെ ഭൂകമ്പത്തിൽ സഹായിച്ചത്. നമ്മളിവിടെ തമാശയായിട്ടെങ്കിലും പറയുന്നുണ്ട്, നമ്മൾ 10 കോടി കൊടുത്ത് അവർ തിരിച്ച് ഡ്രോൺ ഉണ്ടാക്കി പാകിസ്ഥാനെ സഹായിച്ച് നമ്മളെ തന്നെ അടിച്ചു എന്നൊരു സംഭവം പറയുന്നുണ്ട്. പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അത് എന്തായാലും മതമാണ് അവർക്ക് ഏറ്റവും വലുത്. അവർ പാകിസ്ഥാനെ സംരക്ഷിക്കുന്നതിലും പാകിസ്ഥാനെ കൂടെ നിൽക്കുന്നതിലും അതിൻ്റെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, അത് റാഡിക്കൽ ഇസ്ലാമാണ്. അത് കറക്റ്റാണ്. റോബിൻ, നമുക്ക് മറ്റൊരു ആസ്പെക്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഈ ഓട്ടോമൻ എംപയറിൻ്റെ ആ ഒരു റിവൈവൽ, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിലെ ഓട്ടോമൻ എംപയറിൻ്റെ റിവൈവൽ, അത് പലതരത്തിൽ ഈ തയ്യിബ് എർദോഗൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കണക്ക് ഞാൻ വായിച്ചത് 2023 ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളുമായി തുർക്കി ഉണ്ടാക്കിയ കരാറുകൾ, അത് മിലിറ്ററി, എക്കണോമിക്, അങ്ങനെ പലതരത്തിലുള്ള കരാറുകളുടെ ഒരു കണക്കെന്ന് പറയുന്നത് $73 ബില്യൺ. അപ്പോൾ ഈ സൗദിക്ക് കൗണ്ടറായിട്ട് ഒരു ശക്തിയായിട്ട് വളർന്നു വരാൻ തുർക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല തയ്യിബ് എർദോഗന്റെ ക്രൈസ്തവ വിരുദ്ധ നിലപാടുകൾ പലപ്പോഴും നാം ചർച്ച ചെയ്തതാണ്. ഈ ഹാഗിയ സോഫിയ മോസ്കാക്കി മാറ്റുന്നു, മറ്റ് ക്രൈസ്തവ ദേവാലയങ്ങൾ മോസ്കാക്കി മാറ്റുന്നു, അർമേനിയൻ ക്രൈസ്തവർക്കെതിരെ തുർക്കി സ്വീകരിക്കുന്ന നിലപാടുകൾ, അസർബൈജാനിനോടുള്ള തുർക്കിയുടെ അനുകൂല നിലപാടുകൾ. അപ്പോൾ അത്തരത്തിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഈ തയ്യിബ് എർദോഗന്റെ ഈ ഒരു പോക്ക് ഈ ലോക സമാധാനത്തിന് എത്രത്തോളം ഭീഷണിയാണ്, ഒപ്പം തന്നെ ഒരു ഇസ്ലാമിക തീവ്രവാദത്തിന് എത്രത്തോളം ഒരു ബൂസ്റ്റിംഗ് ഈ തയ്യിബ് എർദോഗൻ, അത് നമ്മൾ എത്രത്തോളം ആശങ്കയോടെ ആ തയ്യിബ് എർദോഗൻ ഇസ്ലാമിക തീവ്രവാദത്തിന് നൽകുന്ന ആ ഒരു പിന്തുണ എത്രത്തോളം ആശങ്കയോടെ നമ്മൾ നോക്കിക്കാണണം? തുർക്കിയുടെ ഒരു പൊളിറ്റിക്കൽ ആംഗിളിലൂടെ നമ്മൾ നോക്കുമ്പോൾ തുർക്കി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തുർക്കിയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്ലാമിൻ്റെ ആത്മീയ പരമോന്നത ആത്മീയ നേതാവ് എന്ന് പറയുന്ന ഖലീഫ തുർക്കിയിലായിരുന്നു. ഏറ്റവും അവസാനത്തെ ഖലീഫ എന്ന് പറയുന്നത് 1924 കൂടിയാണ് ഈ ഖലീഫേറ്റ് പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അന്ന് മുതൽ തുർക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ് തിരിച്ചൊരു ഖലീഫേറ്റ് ഉണ്ടാക്കുക, അതിനുശേഷം എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വം തുർക്കിയിലേക്ക് എത്തുക, അങ്ങനെ ലോകം മുഴുവൻ ഭരിക്കുക എന്നുള്ളൊരു സ്വപ്നം. അൾട്ടിമേറ്റ് എയിം അത് തന്നെയാണ്, അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പോൾ അത് പല രീതിയിൽ അവർ ആക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊളിറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ഈ അസർബൈജാനും അർമേനിയയും തമ്മിൽ യുദ്ധമുണ്ടാകുന്ന സമയത്ത് ഈ അസർബൈജാനെയും ഈ തുർക്കിയെയും കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ 2 ശരീരവും 1 ആത്മാവും എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ ബന്ധം തന്നെയാണ് പാകിസ്ഥാനും ആയിട്ട് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ട്രയോ അങ്ങനെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പാകിസ്ഥാനെയും തുർക്കിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുമ്പോഴേ നമ്മൾ എന്തുകൊണ്ട് തുർക്കി ഇത്ര ഹാർദവമായി, അതുമല്ലെങ്കിൽ അഗാധമായി പാകിസ്ഥാനെ സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇത് ഇന്നും എന്തിനേ തുടങ്ങിയുള്ളൂ, ഒരുപാട് കാലഘട്ടങ്ങൾ മുന്നേ തൊട്ട് തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഈ തുർക്കിയും പാകിസ്ഥാനും ഒരേപോലെ തന്നെ ഈ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് പാകിസ്ഥാൻ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ തന്നെ അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന സാഹചര്യമുണ്ട്. രണ്ടുപേരും അമേരിക്കയുടെ അലൈസ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് അന്ന് കാലം മുതലേ ഉണ്ട് എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇനി തുർക്കിക്ക് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നേട്ടം എന്ന് പറഞ്ഞാൽ പല നേട്ടങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, തുർക്കിയെ സംബന്ധിച്ച് തുർക്കി സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. തുർക്കിക്ക് ഒരേ സമയം മെഡിറ്ററേനിയൻ കടലിലേക്ക് ആക്സസ് ഉണ്ട്, അതുപോലെ തന്നെ കരിങ്കടലിലേക്കും ആക്സസ് ഉണ്ട്. ഇനി അസർബൈജാനും തുർക്കിയും അത്രയും ചേർന്ന് നിൽക്കുന്ന സമയത്ത് കാസ്പിയൻ കടലിലേക്കും കൂടി തുർക്കിക്ക് ആക്സസ് വരിക, കാസ്പിയൻ കടലിലേക്ക് കൂടി. ഇനി അവിടെ നിന്ന് തുർക്കി ഓർത്ത് നോക്കുക, പാകിസ്ഥാൻ കിടക്കുന്ന ഒരു സ്ഥലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അറേബ്യൻ കടലിൻ്റെ ആ തീരത്ത് കിടക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ തുർക്കിക്ക് ഈ മേഖലയിലേക്ക് കൂടി വളരെ വലിയൊരു സ്വാധീനം ലഭിക്കുക എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ അങ്ങനെ ഒരു ജിയോഗ്രാഫിക്കൽ ആക്സസ് തുർക്കിക്ക്, അത്രയും ഏരിയയിൽ തുർക്കിക്ക് ഒരു ആക്സസ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും.
മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കും, ഇനി എക്കോണമിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ കൂടി പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ചൈനയും ഇവരോട് കൂടെ ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ചൈന ഒരേ സമയം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി വഴി ഓൾറെഡി പാകിസ്ഥാനിൽ ഏകദേശം $65 ബില്യൺ ചൈന ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നു. അവിടെ വലിയ പോർട്ടുകളുണ്ട്, അതുപോലെ തന്നെ വലിയ റോഡുകൾ ഉണ്ടാക്കുന്നു, എല്ലാ രീതിയിലും വളരെ വലിയ കണക്ടിവിറ്റി ഉണ്ടാക്കുന്നു. ഈ കണക്ടിവിറ്റി ഇതേ സമയം തന്നെ ഈ റോഡ് നേരെ പോയേച്ചിട്ട് ഈ അസർബൈജാന്റെ ബാക്കു, കാസ്പിയൻ കടലിലൂടെ അവിടെ അസർബൈജാന്റെ ബാക്കു പോർട്ടിൽ ചെന്നേച്ചിട്ട് അതുവഴി ജോർജിയ ചെന്ന് ജോർജിയ വഴി തുർക്കി വഴി നേരെ യൂറോപ്പിലേക്ക് എത്തുന്ന ഒരു കോറിഡോർ ഇവർ വിഭാവനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പണിയെല്ലാം തുടങ്ങി. അത് വളരെ വലിയ ഒരു കോറിഡോർ ആയിട്ടാണ് വിഭാവനം ചെയ്യുന്നത്. വളരെ വലിയ മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് 15 ദിവസം കൊണ്ട്, സാധാരണ അതിലും ഒരുപാട് ഇത് 15 ദിവസം കൊണ്ട് യൂറോപ്പിലേക്ക് ഗുഡ്സ് എത്തുന്ന രീതിയിൽ അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ടായിട്ടാണ് വികസിപ്പിച്ചത്. ഇവിടെയാണ് അസർബൈജാനും തുർക്കിയായിട്ടുള്ള ഒരു വലിയ പ്രശ്നം കിടക്കുന്നത്. ഇത് നേരെ ജോർജിയ വഴി കയറി ആണ് ഇത് നേരെ തുർക്കിയിലേക്ക് എത്തുന്നത്. പക്ഷേ ഇത് നേരെ പോവുകയാണെങ്കിൽ അസർബൈജാൻ ത്രൂ നേരെ തുർക്കിയിലേക്ക്, ഈ അർമേനിയ വഴി തുർക്കിയിലേക്ക് കയറാൻ പറ്റുന്ന ഒരു വഴിയാണ്. പക്ഷേ ഈ അർമേനിയ ഇവിടെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ അർമേനിയയെ അടക്കി ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ തുർക്കിയെ സംബന്ധിച്ച് അത് വലിയ ബെനഫിഷ്യലാണ്. കാരണം വളരെ വലിയൊരു ആക്സസ് കാസ്പിയൻ കടലിലേക്കും അതുപോലെ ഈ കോറിഡോറിനും എല്ലാം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ ബെനഫിഷ്യറി എന്ന് പറയുന്നത് തുർക്കി കൂടിയാണ് ഈ ഒരു കോറിഡോറിൻ്റെ. അപ്പോൾ അങ്ങനെ വളരെ വലിയ ഒരു ബെനഫിറ്റ് ഇവിടെ ഈ രീതിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇന്ത്യയുമായിട്ട് അന്നേരം പ്രശ്നം വരുമ്പോൾ എന്ന് വെച്ചാൽ ഇന്ത്യ ഇതിന് കൗണ്ടറായിട്ട് ഇന്ത്യ UAE വഴി സൗദി അറേബ്യ വഴി, ഇപ്പം നേരത്തെ നിങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വെച്ചാൽ സൗദി അറേബ്യയ്ക്കും UAEക്കും പകരമായിട്ട് ഇപ്പം ആത്മീയ നേതൃത്വമായിട്ട് നിൽക്കുന്നത് സൗദി അറേബ്യയാണ്. അമേരിക്കയും ഇതേ സ്ട്രാറ്റജി തന്നെയാണ് പ്രയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരേ സമയം തുർക്കിയെ നാറ്റോയായിട്ട് കൂടെ നിർത്തി അവിടെ നിർത്തുന്ന സാഹചര്യമുണ്ട്. അതേസമയം സൗദിയെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് നിർത്തുന്നത്. അമേരിക്ക ഒരു ട്രയാങ്കിൾ ആയിട്ടാണ് ഇത് പരീക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്ന് ഷിയ, ഇറാൻ ഭരണകൂടം അവരെ പേടിപ്പിച്ച് വരുത്തിയിൽ നിർത്താൻ ശ്രമിക്കുന്ന ഷിയ ഭരണകൂടത്തെ പൊക്കി നിർത്തുന്ന ഒരു സൈഡിൽ നാറ്റോയുടെ ഭാഗമായിട്ട് തുർക്കിയെ പൊക്കി നിർത്തുന്നു, ഒരു സൈഡിൽ സൗദി അറേബ്യ, ഇവരിലെല്ലാം ഇച്ചിരിയും കൂടെ അല്പം കൂടെ പ്രൊമോട്ട് ചെയ്ത് നിർത്തുന്നു. എന്ന് വെച്ചാൽ ഈ ഇസ്ലാമിക് വേൾഡിനെ അങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്തിയാണ് അമേരിക്കയും ഈ സ്ട്രാറ്റജി പരീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇതിനുള്ളിൽ ചെയ്തേക്കുന്ന മുംബൈ വഴി UAE വഴി, അത് അമേരിക്കയുടെയും കൂടെ ഒത്താശയോടുകൂടി UAE വഴി സൗദി അറേബ്യ വഴി ഇസ്രായേലിൽ ചെന്ന് അവിടെ നിന്ന് യൂറോപ്പിലേക്ക് ഒരു കോറിഡോർ. അത് തുർക്കിക്ക് വളരെ വലിയ ഭീഷണിയാണ്. തുർക്കിക്കും ഭീഷണിയാണ്, ചൈനയ്ക്കും ഭീഷണിയാണ് ഒരേപോലെ. ഇത് മാത്രമല്ല, ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജിയോ പൊളിറ്റിക്സ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ പാകിസ്ഥാന് ഇനി മറ്റൊന്ന് മിലിറ്ററി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു മിലിറ്ററിയുടെ ഒരു എന്ന് വെച്ചാൽ പാകിസ്ഥാനിലേക്ക് സെക്കൻഡ് ലാർജസ്റ്റ് ഇമ്പോർട്ടറാണ് തുർക്കി എന്ന് പറയുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് ഇമ്പോർട്ടറാണ് പാകിസ്ഥാനിലേക്ക് ആയുധം ഇറക്കുമതി ചെയ്യുന്നതിൽ. അപ്പോൾ അവരുടെ ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പലപ്പോഴും ഇവർ തമ്മിൽ വളരെ വലിയൊരു കണക്ഷൻ എന്ന് വെച്ചാൽ ഏറ്റവും ആധികാരികമായിട്ട് നമുക്ക് അതിനെ സൂചിപ്പിക്കാൻ കഴിയുന്നത്, തുർക്കിക്ക് ഒരു വലിയ ആവശ്യം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മിലിറ്ററിയെ ഉപയോഗിക്കാൻ പാകത്തിൽ അത്രയും വലിയൊരു അടുപ്പമാണ് ഈ മിലിറ്ററിയിൽ ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ഇപ്പം അമേരിക്കയുടെ ഒരു മിസൈൽ പ്രതിരോധ അംബ്രല എന്ന് നമ്മൾ പറയും, ഇത് മിസൈൽ പ്രതിരോധ സിസ്റ്റം, അത് ലോകമാസകലം വ്യാപിച്ച് കിടക്കുന്നതാണ്. പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്, ഈ ഇസ്രായേലിലടക്കം വെച്ച് അതൊരു ഗ്ലോബൽ അംബ്രലയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റഗ്രേഷൻ, ഒരു മിലിറ്ററി ഹാർഡ്വെയർ ഇൻ്റഗ്രേഷൻ പാകിസ്ഥാൻ മിലിറ്ററിയും അതുപോലെ തന്നെ തുർക്കിയുടെ മിലിറ്ററിയും പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ടാണ് ഇവർ ബംഗ്ലാദേശിനെയും കൂടെ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റഗ്രേഷനിലേക്ക് ഇവർ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതൊരു സുപ്രഭാതത്തിൽ ഇപ്പം നമ്മൾ ഭൂകമ്പത്തിൽ ഇവരെ സഹായിച്ചു എന്ന് പറയുമ്പോൾ അത് ഇല്ലാതാകാൻ പാകത്തിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ അല്ല അവർ തമ്മിലുള്ള. കാരണം അതൊരു ലോങ് ടൈം ഇൻ്റഗ്രേഷനാണ്. തുർക്കിക്ക് ഇപ്പം നമുക്കറിയാം, പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചർച്ച ചെയ്ത്, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഏകദേശം 24 മുതൽ 25 കോടി മനുഷ്യരുള്ള ഒരു വലിയ രാജ്യമാണ്. എന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അതുപോലെ ധാരാളമായിട്ടുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ മിലിറ്ററിയിൽ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യം ആൾബലം കൂടി വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെയും അതുപോലെ തന്നെ പാകിസ്ഥാനെയും ഒരേപോലെ മിലിറ്ററിലി ഉപയോഗിക്കാൻ പാകത്തിലാണ് തുർക്കി അവരുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയേക്കുന്നത് എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. ഇനി മറ്റൊന്ന് ഇതിന് അത്യാവശ്യമായിട്ടുള്ള, ഇപ്പം മിലിറ്ററി ഉണ്ട്, അതുപോലെ തന്നെ എക്കോണമി, അതുപോലെ തന്നെ പൊളിറ്റിക്സ് എല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ മറ്റൊരു ഫാക്ടർ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് ഈ മതം എന്ന് പറയുന്നത്. ഒരേ സമയം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് പണ്ടത്തെ ഇന്ത്യയിലെ
മുഗൾ രാജവംശത്തിൻ്റെ ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന ആ ഒരു ഇസ്ലാമിക രാജവംശത്തിൻ്റെ ഒരു സക്സസർ ആയിട്ടാണ് പാകിസ്ഥാൻ പലപ്പോഴും വിലയിരുത്തപ്പെടുന്നത്. അതിൻ്റെ ഒരു സക്സസർ, അതിൽ നിന്നും ഉരുത്തിരിഞ്ഞുണ്ടായ ഒരു ഇസ്ലാമിക രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ഒരേ സമയം നമ്മൾ ഈ കരുതുന്ന പോലെ ഒരു കാശ്മീരിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതിനും അപ്പുറത്ത് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജികളിൽ ഒന്ന് ഇസ്ലാമൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവർക്കുണ്ട്. ഇസ്ലാമൈസേഷൻ ഓഫ് ഇന്ത്യ, അതിന് എല്ലാ ചെല്ലും ചെലവും കൊടുക്കുന്നത് തുർക്കിയാണ് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. തുർക്കിക്ക് അതേപോലെ തന്നെ ഇസ്ലാമൈസേഷൻ ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത് ഇപ്പം സൂചിപ്പിച്ച മറ്റൊരു വലിയ കൺസെപ്റ്റ് നിലനിൽക്കുന്നുണ്ട്. അതിനുവേണ്ടി തുർക്കി ചെയ്തത്, തുർക്കി അഭയാർത്ഥികളെ യൂറോപ്പിലേക്ക് കടത്തിവിട്ടതിൻ്റെ കൂടെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൊണ്ട് കടത്തിവിട്ടു. അതിനുശേഷം യൂറോപ്പിൽ ഉടനീളം മസ്ജിദുകളും അതുപോലെ തന്നെ മോസ്കുകളും അതുപോലെ തന്നെ ഈ മതപഠനശാലകളും പണിയുന്നതിന് വേണ്ടി ധാരാളമായിട്ട് ഫണ്ട് അനുവദിച്ചു. അങ്ങനെയാണ് തുർക്കിയിൽ നിന്നുള്ള പല ആളുകളെയും പിന്നെ യൂറോപ്പിൽ ബാൻ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ മതതീവ്രവാദം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മതതീവ്രവാദം പഠിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ക്ലറിക്കുകളെ അടക്കം യൂറോപ്പിലേക്ക് കടത്തിവിട്ട് അങ്ങനെയാണ് തുർക്കി ആ സ്ട്രാറ്റജി പൂർത്തിയാക്കിയത്. ഇനി അതുപോലെ തന്നെ തുർക്കിയുടെ ഈ സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമായിരുന്നു ഐസിസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന. ഇപ്പോൾ ഐസിസിനെ കുറിച്ച് തന്നെ ഈ കുർദിഷ് ആയിട്ടുള്ള പോരാളികൾ പറയുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഈ കുർദിഷ് പോരാളികൾ ഈ ഐസിസുമായിട്ട് ഏറ്റുമുട്ടുന്ന സമയത്ത് ഈ ഐസിസ് തീവ്രവാദികൾ ഒരു ചെക്കുമില്ലാതെ ഫ്രീ ആയിട്ട് തുർക്കിയുടെ തുർക്കിയിലേക്ക് കയറുകയും അവിടെ നിന്ന് ഈ കുർദിഷ് പോരാളികളെ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും ഈ കുർദിഷ് പോരാളികൾ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ അതുപോലെ ഈ ഐസിസ് തീവ്രവാദികളെ തുർക്കി പ്രൊമോട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്തിനു പ്രൊമോട്ട് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ തുർക്കിയുടെ ഭാഗമായിരുന്ന സിറിയ അടക്കമുള്ള, ഇറാഖ് അടക്കമുള്ള, അതുപോലെ ലെബനോൻ അടക്കമുള്ള രാജ്യങ്ങളെ തുർക്കി നോട്ടം ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ലോങ് ടൈം സ്ട്രാറ്റജിയുടെ ഭാഗം. തുർക്കിയുടെ ലോങ് ടൈം സ്ട്രാറ്റജിയുടെ ഭാഗമാണ് പഴയ ഖാലിഫേറ്റിലേക്ക് ഈ രാജ്യങ്ങളെ തിരികെ കൊണ്ടുവരിക എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ തുർക്കിക്ക് നേരെ ഏറ്റവും വലിയ ആരോപണം ഉയർന്നിരുന്നതായിരുന്നു ഈ ഹമാസ് തീവ്രവാദികൾക്ക് അവിടെ ഓഫീസ് ഉണ്ടായിരുന്നു. അവർ അവിടുന്ന് ഫണ്ട് റേസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുർക്കിയുടെ ഗവൺമെന്റിന്റെ ഫണ്ട് തന്നെ പല രീതികളിൽ വളച്ചും തിരിച്ചും ഒക്കെ ആയിട്ട് ഈ ഹമാസ് തീവ്രവാദികളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ എന്ന് വെച്ചാൽ ഒരുപാട് ആരോപണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്തതുമായിട്ട് തുർക്കിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹിസ്ബുള്ള തീവ്രവാദികൾ നമുക്കറിയാം, ഇറാൻ ബാക്ക് ചെയ്യുന്ന ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് കൊടുക്കാൻ പണവുമായി വന്ന ഒരാളെ ലെബനോനിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. തുർക്കിയിൽ നിന്ന് പണവുമായി വന്ന ഒരാളെ ലെബനോനിൽ വെച്ച് അറസ്റ്റ് ചെയ്ത ഒരു ഇഷ്യൂ ഒരിടയ്ക്ക് ഉണ്ടാകുന്ന സാഹചര്യം. എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഏത് മതവിഭാഗത്തിൽ പെട്ടതാണെങ്കിലും, എന്ന് വെച്ചാൽ ഷിയ ആണെങ്കിലും സുന്നി ആണെങ്കിലും തീവ്രവാദികളെ കൈ അയച്ച് സഹായിക്കുന്ന ഒരു തുർക്കി എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ്. ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ ഏറ്റവും വലിയ വക്താവായിട്ടാണ് എർദോഗൻ ഈ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലുള്ള എല്ലാ തീവ്രവാദി പ്രസ്ഥാനങ്ങളെയും ഹാർബർ ചെയ്യുന്നു. ഇനി ഏറ്റവും അവസാനമായിട്ട് ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, ഈ കാശ്മീരിൽ നിന്നുള്ള ഒരു തീവ്രവാദി ഈ പഹൽഗാം ആക്രമണം നടത്തുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തുർക്കിയിലെ ഒരു ചാനലിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഒരു അഭിമുഖം എടുക്കുകയും അതിൻ്റെ ആ ഇൻ്റർവ്യൂ അവരുടെ എക്സ് പ്ലാറ്റ്ഫോം വഴി പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ അതുപോലെ ഈ പാകിസ്ഥാൻ അടക്കമുള്ള ഈ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ സൈപ്രസിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ അർമേനിയയുമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാത്തരം നോക്കുക ഈ മൂന്ന് രാജ്യങ്ങളുമായിട്ട്, ഇപ്പോൾ സൈപ്രസ് തുർക്കിയുമായിട്ടാണ് പ്രശ്നം, അതുപോലെ തന്നെ അർമേനിയയ്ക്കാണെങ്കിൽ അസർബൈജാനുമായിട്ടാണ് പ്രശ്നം, കാശ്മീരാണ് പാകിസ്ഥാനുമായിട്ടാണ് പ്രശ്നം. ഈ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് നിൽക്കുന്നതും ഇവിടെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും ഹാർബർ ചെയ്യുന്നതും നറീഷ് ചെയ്യുന്നതും എല്ലാം തുർക്കിയാണ്. അത് തുർക്കിയുടെ ലോങ് ടൈം ആയിട്ടുള്ള പ്ലാനിൻ്റെ ഭാഗമാണ്. ഖാലിഫേറ്റ് നടപ്പിലാക്കാനുള്ള പ്ലാനിൻ്റെ ഭാഗം ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഓക്കെ, അത് വളരെ കറക്റ്റാണ് റോബിനും ലിയോയും പറഞ്ഞത്. നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്, നമുക്കറിയാം രാജ്യങ്ങൾ തമ്മിൽ കിടമത്സരങ്ങളും അത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫൈറ്റുകളും ഒക്കെ നടക്കുന്നുണ്ട്. അത് പല തലങ്ങളിൽ, നയതന്ത്ര തലങ്ങളിൽ, അപ്പം സാമ്പത്തിക, ഇപ്പോൾ അമേരിക്കയും ചൈനയും, അത് നമ്മളെ ഒത്തിരി അങ്ങ് ആശങ്കപ്പെടുത്തില്ല. കാരണം അവർ പ്രോഫിറ്റ് മോട്ടീവ് അത് മുൻനിർത്തിയാണ് അവർ തമ്മിലൊരു ഫൈറ്റ്, ട്രേഡ് വാറൊക്കെ നടത്തുന്നത്. അമേരിക്ക ആയിക്കോട്ടെ, പല രാജ്യങ്ങളിലും അവർ നടത്തുന്ന ഇടപെടലുകൾ ആ ചില രാജ്യങ്ങളുടെ ചില ധാതു സമ്പത്തൊക്കെ കണ്ടിട്ടായിരിക്കാം അത്തരം കാര്യങ്ങൾ. അത് സ്വാഭാവികമാണ്, ചരിത്രത്തിൽ ഉടനീളം നടന്നിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് ഒരു മതപരമായിട്ടുള്ള അജണ്ടയോടുകൂടി നടത്തുന്ന ചില കൂട്ടുകെട്ടുകൾ, അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. ഇപ്പോൾ റോബിൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഈ മുസ്ലിം ബ്രദർഹുഡിനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച ഒരു രാജ്യമാണ് തുർക്കി. പ്രത്യേകിച്ച് ഈ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ട്യൂണീഷ്യ പോലുള്ള രാജ്യങ്ങൾ, ഈജിപ്റ്റ് പോലുള്ള രാജ്യങ്ങൾ, അവിടെ ഒരു പ്രോ ഇസ്ലാമിസ്റ്റ് ഒരു ഭരണകൂടം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് തുർക്കി വലിയ രീതിയിലുള്ള
രീതിയിലുള്ള പിന്തുണ കൊടുത്തു എന്നാണ് ആ കാലഘട്ടത്തിലെ മാധ്യമ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് നൽകുന്ന സൂചന. അപ്പോൾ വളരെ വ്യക്തമാണ് തുർക്കി എടുക്കുന്ന ഓരോ നിലപാടുകളും അത് യൂറോപ്പിൻ്റെ ഒരു ഇസ്ലാമൈസേഷൻ. അപ്പം റോബിൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഒരു ഇസ്ലാമൈസേഷൻ. അപ്പോൾ അതിലേക്ക് നോട്ടമിട്ടുകൊണ്ടാണ്, അപ്പോൾ അതിലേക്കുള്ള ഒരു പോക്ക് തന്നെയാണ് തുർക്കി എടുക്കുന്ന ഓരോ ഇടപാടുകളും, തുർക്കി ഉണ്ടാക്കുന്ന ഓരോ കരാറുകളും, തുർക്കി പ്രസിഡന്റ് നടത്തുന്ന ഓരോ സന്ദർശനം. നേരത്തെ പറഞ്ഞതുപോലെ 10ഓളം തവണയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിലേക്ക് തുർക്കി പ്രസിഡന്റ് സന്ദർശനം നടത്തിയത്. അപ്പോൾ അവർ എത്രത്തോളം ഒരു ഭായി ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഇന്ത്യ ഈ കാര്യങ്ങളൊക്കെ, അതായത് നമുക്കറിയാം ഈ തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറേ നാളുകളായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്, ഇപ്പം ഇന്ത്യയും ഗ്രീസുമായിട്ട് ഇപ്പോൾ കരാർ ഒപ്പിടുന്നു, അല്ലെങ്കിൽ ഇന്ത്യയും അർമേനിയുമായിട്ടൊക്കെ കരാർ ഒപ്പിടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു സംശയമാണ്, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറം സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യവുമായിട്ട് ഈ സൈനിക അഭ്യാസം എന്തുകൊണ്ട് നടത്തുന്നു? പക്ഷേ അവിടെയാണ് നമ്മൾ കേന്ദ്ര സർക്കാരിനെ ശരിക്കും അഭിനന്ദിക്കേണ്ടത്. ഈ 2021, 22, 23 കാലഘട്ടത്തിലൊക്കെ ഈ അർമേനിയയും ഗ്രീസുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ ചില ഇടപെടലുകൾ, അതായത് ഈ ഗ്രീസ് തുർക്കിയുടെ കണ്ണിലൊരു ശത്രു രാജ്യമാണ്. അതിൻ്റെ ഒരു ചരിത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ സൈപ്രസ് എന്ന ആ ഒരു ദ്വീപിനെ ചൊല്ലിയാണ് ഈ തുർക്കിയും ഗ്രീസും തമ്മിലുള്ള ആ ഒരു ശത്രുത ഉടലെടുക്കുന്നത്. 1974 ഈ സൈപ്രസ് ദ്വീപിൻ്റെ ഈ ഒരു ഭാഗത്ത് തുർക്കിഷ് അനുകൂലികളായിട്ടുള്ള വംശജർ വളരെയധികം ഉണ്ടായിരുന്നു, മറു സൈഡിലെ ഈ ഗ്രീക്ക് അനുകൂല വംശജർ വളരെയധികം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സൈപ്രസ് ദ്വീപ് രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയാണ്. വടക്കൻ മേഖല ഈ തുർക്കി അനുകൂല മേഖല, ആ ഒരു മേഖല ഇതുവരെ രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. തെക്കൻ മേഖലയാണ് റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയും ഒപ്പം തന്നെ രാജ്യാന്തര തലത്തിലും ആ ഒരു മേഖലയ്ക്ക്, ആ ഒരു രാജ്യത്തിന് വളരെയധികം പിന്തുണയുണ്ട്. അപ്പോൾ ഈ ഗ്രീസിനെ എത്രത്തോളം നമ്മൾ പിന്തുണ കൊടുക്കുന്നുണ്ടോ, അതായത് നമ്മുടെ രാജ്യം പിന്തുണ കൊടുക്കുന്നുണ്ടോ, അത് തുർക്കിക്ക് കൊടുക്കുന്ന ഒരു അടി തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രീസുമായിട്ടും പല പ്രതിരോധ കരാറുകൾ, വാണിജ്യ കരാറുകളിലേക്കൊക്കെ ഇന്ത്യ ഏർപ്പെടുന്നത്. ഗ്രീസും ഇന്ത്യയും തമ്മിൽ സംയുക്ത നാവിക അഭ്യാസമൊക്കെ, സൈനിക അഭ്യാസമൊക്കെ ഒരു കാലഘട്ടത്തിൽ 2022, 23, 21 കാലഘട്ടത്തിലൊക്കെ നടന്നത്. ഒപ്പം തന്നെ ഈ അർമേനിയുമായിട്ട് ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള ബന്ധം പുലർത്തുന്നുണ്ട്. റോബിൻ പറഞ്ഞു, ഈ അസർബൈജാൻ തുർക്കി അവർ തമ്മിലും ബായ് ആണ്, തുർക്കി പാകിസ്ഥാൻ പോലെ അവരും ബായ് ആണ്. അപ്പോൾ അർമേനിയ എത്രത്തോളം വെൽ എക്യുപ്ഡ് ആക്കാൻ ഭാരതത്തിന് സാധിക്കുന്നുണ്ടോ, അത്രത്തോളം ഒരു അടി നമുക്ക് തുർക്കിക്ക് കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് 22, 23 കാലഘട്ടത്തിലൊക്കെ അർമേനിയുമായിട്ട് നിരവധി പ്രതിരോധ കരാറിലൊക്കെ ഇന്ത്യ ഏർപ്പെടുന്നത്. അപ്പോൾ ഈ ഭാരതം നടത്തുന്ന ഓരോ നീക്കവും തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും, അത് ഇന്ത്യയുടെ ഒരു ലോങ് ടേം ഒരു സെക്യൂരിറ്റിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗം ആയിട്ട് തന്നെയാണ് ഈ പല രാജ്യങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രീസും ഒപ്പം തന്നെ അർമേനിയുമായിട്ടൊക്കെ ഇന്ത്യ നടത്തുന്ന ആ ഇടപാടുകൾ അല്ലെങ്കിൽ കരാറുകൾ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടും പറയാൻ സാധിക്കും. അല്ല, ഇതിൻ്റെ ഉള്ളിൽ ഒരു വസ്തു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിക്കും നമ്മളിപ്പോൾ ഒരു ട്രേഡ് വാർ നടത്തുമ്പോൾ ശരിക്കും ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം $700 ബില്യൺ. പക്ഷേ തുർക്കിയുമായിട്ട് നമുക്ക് ഏതാണ്ട് വളരെ ചെറുതായിട്ട് ഒരു 5-6 ബില്യൺ ഡോളേഴ്സിൻ്റെ മാത്രമാണ് ഇടപാടുള്ളത്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നത്, ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം $550 ബില്യൺ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലും ഈ ഒരു 5 ബില്യൺ ഡോളേഴ്സൊക്കെ തുർക്കിയുമായിട്ട്, എന്ന് വെച്ചാൽ നമുക്ക് ട്രേഡ് വാർ നടത്തിയാൽ പോലും ഇപ്പം അസർബൈജാനുമായിട്ടാണ് അതിന് ഒരുപാട് കുറവാണ്. അപ്പോൾ ട്രേഡ് വാർ ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാകില്ല. അന്നേരമാണ് ഈ കാര്യം വരുന്നത്, അർമേനിയയെ നമ്മൾ എക്യുപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടർ എന്ന് പറയുന്നത്, ആയുധം ഇമ്പോർട്ട് ചെയ്യുന്നത് അർമേനിയയാണ്. ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ആയുധമാണ് അർമേനിയ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത്, നമ്മൾ ഓർക്കുക, ഇപ്പോൾ നമ്മൾ തുർക്കിയുടെ ഡ്രോൺ അടിച്ചിടാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിച്ചത് നമ്മുടെ ആകാശ പ്രതിരോധ സിസ്റ്റമാണ്. ആ സിസ്റ്റം ഒക്കെയാണ് നമ്മൾ അർമേനിയക്ക് കൊടുത്തേക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ശരിക്കും നമ്മൾ യഥാർത്ഥ ഒരു കൗണ്ടർ അറ്റാക്ക് തുർക്കിക്ക് നമ്മൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇപ്പോൾ നടക്കുന്ന ഈ ട്രേഡ് വാർ എന്ന് പറയുന്നത് വളരെ വളരെ കുഞ്ഞിതാണ്, ആർക്കും ഒരു പരിക്കും പറ്റാൻ പോകുന്നില്ലാത്ത പോലെ വളരെ കുഞ്ഞാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അർമേനിയയെ എക്യുപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ആയുധങ്ങളെക്കുറിച്ച് തായ്വാനീസ് TV നടത്തിയ ഒരു എക്സ്പേർട്ടിന്റെ ഒരു വിശകലനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ തായ്വാന്റെ ആ എക്സ്പേർട്ടുകൾ പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ആയുധം, ഇൻഡിജിനസ് ആയുധം എന്ന് പറയുന്നത് വളരെയധികം വിശ്വസിക്കാൻ കൊള്ളുന്നതും വളരെ ചീപ്പാണ്. എന്ന് വെച്ചാൽ ചൈന പോലെയല്ല, വളരെയധികം റിലയബിൾ ആണ്, അതുപോലെ തന്നെ വളരെ ചീപ്പുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അർമേനിയ നമ്മുടെ ആയുധങ്ങൾ ധാരാളമായി വാങ്ങുന്നതും
എല്ലാ അർത്ഥത്തിലും നമ്മൾ അർമേനിയയെ എക്യുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തുർക്കിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അടിയാണ്. അത് വെച്ച് നോക്കുമ്പോൾ തുർക്കിയെ സഹായിക്കുന്ന ഒന്നുമല്ല എന്ന് വേണം നമ്മൾ പറയാൻ. ഓക്കെ, അത് റോബിൻ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ എനിക്ക് തോന്നുന്നൊരു വിവിധ തലങ്ങളിലുള്ള ഒരു വിജയമാണ് ഇന്ത്യക്ക് സമ്മാനിച്ചത്. ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് ഈ ആയുധ വ്യാപാരവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളിൽ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന ആ ഒരു ബൂസ്റ്റിംഗ്, ആ ഒരു മേൽക്കൈ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. അത് രണ്ട് തലത്തിലാണെന്ന് സംഭവിക്കുന്നത്. ഒന്ന്, ഇന്ത്യയുടെ ശത്രുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പലപ്പോഴും നീക്കങ്ങൾ നടത്തിയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ തുർക്കി, ചൈന പോലുള്ള രാജ്യങ്ങൾ, അവർ വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് അവരുണ്ടാക്കിയിട്ടുള്ള ആയുധങ്ങളുടെ പൊള്ളത്തരം അത് എത്രത്തോളം ദുർബലമാണെന്ന് ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഇന്ത്യക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സാധിച്ചു. ഒപ്പം റോബിൻ പറഞ്ഞ പോയിന്റ്, ഇന്ത്യ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ അത് വളരെയധികം ചീപ്പാണ്, പക്ഷേ റിലയബിൾ ആണ്, ഹൈ ക്വാളിറ്റിയാണ്. അത് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ വിവിധ തലങ്ങളിൽ ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചിട്ടുണ്ട്. ഒരു സൈനികമായിട്ട് വിജയം സമ്മാനിച്ചിട്ടുണ്ട്, സാമ്പത്തികമായിട്ട് വരുന്ന ആളുകളിൽ വലിയ രീതിയിലുള്ള ഒരു വിജയം ഇന്ത്യക്ക് സമ്മാനിക്കാൻ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു വിജയം തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ തന്നെ നമ്മുടെ സൗദി അറേബ്യ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഒരു ഇസ്ലാമിൻ്റെ ഒരു കേന്ദ്രം എന്നറിയപ്പെടുന്നെങ്കിലും ഇപ്പോൾ അവർ മതമൊക്കെ സെക്കൻഡറി ആയിട്ട് മാറിയിരിക്കുകയാണ്. മറ്റ് ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിച്ചതും നടന്ന ചർച്ചകളും അവർ തമ്മിലുള്ള കരാറുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്രത്തോളം അവർ വളരാനുള്ള ആഗ്രഹം അവർക്കുണ്ട്. മതം എപ്പോഴും സെക്കൻഡറി ആയിട്ട് നിൽക്കണം എന്നുള്ള രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ പോക്കെ. അവിടെയാണ് ഇപ്പോഴും മതത്തിൽ തന്നെ തൂങ്ങി നിന്നുകൊണ്ടുള്ള എർദോഗൻ്റെ ആ നിലപാടുകളും പോകുന്നത്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ സൈനികമായിട്ടുള്ള വഴികൾ മാത്രമല്ല പലപ്പോഴും ഓരോ രാജ്യത്തിൻ്റെ മുൻപിലുള്ളത്. ഞാനത് പറയാൻ കാരണം, ഇപ്പോൾ മാലദ്വീപിൻ്റെ തന്നെ കേസ് എടുക്കുക. അപ്പോൾ മാലദ്വീപ് അവിടുത്തെ രാജ്യം ഭരിക്കുന്ന ആ ഒരു അധികാരികൾ ശക്തമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു മറുപടി ഇന്ത്യ കൊടുത്ത് സൈനികമായിട്ടല്ല, ഇന്ത്യ ലക്ഷദ്വീപിനെ അങ്ങ് പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ മാലദ്വീപിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, അവരുടെ രാജ്യത്തിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ടൂറിസമാണ്. ടൂറിസത്തിൻ്റെ ഒരു നട്ടല് തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു സർജിക്കൽ മൂവ് തന്നെയാണ്, അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ലക്ഷദ്വീപ് ആ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യ നടത്തിയത്. തുടക്കത്തിൽ നാം സൂചിപ്പിച്ച ഒരു കാര്യം, അക്ഷരാർത്ഥത്തിൽ തുർക്കിയുടെ ആ ഒരു ടൂറിസത്തിൻ്റെ നട്ടല് തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് നാം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്, ഇന്ത്യൻ ജനത സ്വീകരിച്ചിരിക്കുന്നത്. ടൂറിസം ബുക്കിങ്ങുകളൊക്കെ ക്യാൻസൽ ചെയ്യുന്നു, ഒപ്പം തന്നെ അവിടെ നിന്നുള്ള ഈ ആപ്പിളുകൾ അതിൻ്റെ ഒരു എക്സ്പോർട്ടൊക്കെ അത് ക്യാൻസൽ ചെയ്യുന്നു. കോടിക്കണക്കിന് രൂപയാണ് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഡോളറാണ് ഈ ടൂറിസത്തിലൂടെ ഇന്ത്യ തുർക്കിക്കും അസർബൈജാനും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സമ്മാനിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ഇനി ഇല്ലാതാകാൻ പോവുകയാണ്. അപ്പോൾ ഒരു രാജ്യത്തെ ഇല്ലാതാക്കണമെങ്കിൽ, ഒരു രാജ്യത്തിന് മേൽ മേൽക്കൈ നേടണമെങ്കിൽ സൈനികമായി മാത്രമല്ല ഇത്തരത്തിലുള്ള ചില ടാക്ടിക്സുകളും ഈ ആധുനിക കാലഘട്ടത്തിൽ രാജ്യങ്ങളുടെ മുൻപിലുണ്ട് എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവവികാസങ്ങളും. ലോകം മുഴുവനെയും ഒരു കാലിഫേറ്റിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ വളരെ തന്ത്രപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തുർക്കിയുടെ അജണ്ടകളെ, അവരുടെ പ്രവർത്തനങ്ങളെ തുറന്നു കാട്ടുകയായിരുന്നു നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിലൂടെ. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ചെല്ലവും കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന തുർക്കിയെ ഒറ്റപ്പെടുത്തുവാൻ ലോകരാജ്യങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാകണം. ഒപ്പം തന്നെ തുർക്കിക്കെതിരെ എല്ലാ തരത്തിലുള്ള, പ്രത്യേകിച്ച് സാമ്പത്തികമായി, ഒപ്പം തന്നെ നയതന്ത്ര തലത്തിൽ തുർക്കിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നീക്കങ്ങൾ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഭാരതം അത് ആരംഭിക്കണം. അത് മറ്റ് പല രീതിയിലും നമ്മുടെ രാജ്യം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നിലപാട് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ തീവ്രവാദത്തിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന, പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന തുർക്കിയെ ഒറ്റപ്പെടുത്തുവാൻ ലോക രാജ്യങ്ങൾ തയ്യാറാകണമെന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.